പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ MLA-യുടെ മന്ത്രിയുടെ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രേക്ഷകരൊന്ന് കാണൂ. ഏനാത്ത് പത്തനാപുരം റോഡ് 2 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ദുരിതം അനുഭവിക്കുന്നത് നാട്ടുകാർ. ഏനാത്ത് പത്തനാപുരം റോഡിൽ കുറ്റിക്കാട്ട് നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് ദേവസ്യ, കിഫ്ബിയിൽ നിന്ന് 66 കോടി രൂപ 66 കോടി രൂപ അനുവദിച്ച വഴിയാണ് ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിലെ തട്ടുപോലെ കൃത്യം വട്ടമൊപ്പിച്ച് കുഴികളുമായി ഇങ്ങനെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സാങ്കേതിക വിദ്യയുടെയൊക്കെ പിന്നാലെ പോയിട്ടും ഈ വഴിക്കൊരു ശാപമോക്ഷം ഇല്ലാത്തത്? ദിലീപ്, സുജയ്ക്ക് ജർമ്മൻ ഭാഷ അറിയോ? ജർമ്മൻ ഭാഷ അറിയെങ്കിൽ മാത്രമേ ആ ഭാഷയിൽ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റോഡായതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ഭാഷയിൽ സംസാരിക്കുന്നത്. അതാകുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇവിടുത്തെ ആളുകൾ പലരും ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് മനസ്സിലായില്ലെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ജർമ്മൻ ഭാഷയായിരിക്കുന്നു. അതായിരിക്കും ആളുകൾക്ക് മനസ്സിലാവാതെ. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാണാലോ സുജ. ഇപ്പോൾ ഈ ഒരു വണ്ടി പോകുമ്പോൾ, അതായത് ലോഡ് കയറ്റി ഒരു ബസ്സുകൾ പോകുന്ന റൂട്ടാണ്. ഈ ബസ് പോകുമ്പോൾ അല്ലെങ്കിൽ അമിതമായ ഭാരം കയറ്റി വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഞാനിപ്പോൾ കാണുന്നത് ഇവിടെ ചെറുങ്ങനെ തള്ളുന്ന ഒരു ദൃശ്യമാണ്. അത് നമുക്ക് മണ്ണ് ഇടിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത്തരത്തിൽ എൻ്റെ ഒരു കാല് വെച്ചപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇതിലെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പഴയ 14 കിലോമീറ്റർ റോഡാണ് ഇപ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ KB ഗണേഷ് കുമാർ, അതായത് നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ മന്ത്രിയാണ്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാലോ റോഡ് ഇങ്ങനെ പോയാൽ എത്ര കാലത്തേക്ക് വണ്ടി ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാവുന്ന. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ വണ്ടി നശിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ആളുകൾക്കാണ് 2 കൊല്ലമായിട്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതായത് ചേട്ടാ ഇവിടെ എത്ര കൊല്ലമായി ഇപ്പോൾ ഈ റോഡ് പണി തുടങ്ങിയിട്ട്? ഈ ജർമ്മൻ ടെക്നോളജി വെച്ച് ഏനാത്ത് പത്തനാപുരം റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2022 മാർച്ചിലാണ് ഈ വർക്ക് സ്റ്റാർട്ടായത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ഈ ഗ്രാവിയൻ വാളിൻ്റെ വർക്കാണ്. ഇത് 1 വർഷമായി ഈ വർക്ക് സ്റ്റാർട്ടായിട്ട്. അതിന് ഈ ഗ്രാവിയൻ വാളിന് വേണ്ടി ഈ എക്സ്കവേഷൻ ചെയ്തിട്ടേക്കുന്നതാണ്. ഈ മണ്ണ് 2012 കൊണ്ട് ബാക്ക് ഫില്ല് ചെയ്ത മണ്ണിട്ട മണ്ണാണ്. അത് പിന്നെ ഇവർ ഗ്രാവിയൻ വാളിന് വേണ്ടി എക്സ്കാവേറ്റ് ചെയ്തിട്ട് റോഡിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് അത് ഇടിഞ്ഞു പോയി. ഇവിടെ ഇനി ദുരവസ്ഥകളെ ഇവിടുത്തെ മന്ത്രി MLA-നോട് പറഞ്ഞിരുന്നു. ഇവിടുത്തെ MLA-ക്ക് നേരത്തെ ഇത് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇമെയിൽ ത്രൂവും MLA ഇവിടെ വന്ന് കണ്ടിട്ട് പോയതാണ്. എന്താ പറഞ്ഞ നാട്ടിൽ അതിപ്പോൾ ഉടനെ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ എം പിയും മെനഞ്ഞാന്ന് ഇതിലേക്കൂടെ പോയായിരുന്നു. പുള്ളിയും ഇത് വിളിച്ച് കാണിച്ചു. പുള്ളിയും പറഞ്ഞു MLA എടുത്ത് സംസാരിക്കാനാണ്. കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടുത്തെ കൊടിക്കുന്നിൽ സുരേഷാണ്. പുള്ളിയെ സംസാരിച്ചാൽ പുള്ളി പറഞ്ഞു MLA എടുത്ത് സംസാരിക്കാനാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇനിയിപ്പോൾ ഉള്ള 2 വർഷമായിട്ട് ഇവിടുത്തെ വണ്ടികളുടെ അവസ്ഥ, ഇവിടുത്തെ വണ്ടിയെന്നല്ല, ഇവിടെ ഞങ്ങളുടെ എല്ലാ നാട്ടുകാർ ഫുൾ ദുരിതത്തിലാണ്. കാരണം ഈ ഭീതി ഉള്ളൊരവസ്ഥയാണ്. രാത്രി പോയാലും പകൽ പോയാലും ഏതെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് കാരണം ഇത് ഏത് സമയത്ത് ഇടിഞ്ഞ് ഇത് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇടിഞ്ഞിടിഞ്ഞാണ് ഇപ്പോൾ ഇത്രയും വീതി കുറഞ്ഞിരിക്കുന്നത് ഇവിടെ. അതിൻ്റെ കൂട്ടം ഈ പാറ കൊണ്ടിട്ട് അപ്പം ഏതെങ്കിലും വണ്ടികൾ ഇപ്പോൾ ഈ മൊത്തം കുഴിയായിരുന്നു. അവർ ഇങ്ങനെ കൂടെ ആൾക്കാരെ കണ്ണടിക്കാൻ വേണ്ടി കൂടെ കുറച്ച് മെറ്റൽ കൊണ്ടിടും. എന്നിട്ട് ഇവിടെ ആൾക്കാർ ദിവസവും വന്ന് വീടും. ആൾക്കാർ മെറ്റലിടുന്ന ജർമ്മൻ സാങ്കേതിക വിദ്യ, ഇത് ജർമ്മൻ പുതിയ സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ പറ്റിക്കുകയാണ്. കാരണം ഇത് ഞങ്ങൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല. ഇവിടുത്തെ AXC എടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ MLA എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ PWD മിനിസ്റ്റർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇട്ട് തട്ടിക്കൊണ്ട് ഞങ്ങളെ തഴഞ്ഞ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരെ. ഈ വളരെ ദുരിതം. ഇപ്പോൾ ഏകദേശം 2 വർഷം കൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുക. ഞങ്ങളെന്ന് മാത്രമല്ല ഇതിലെ പോകുന്നവരെല്ലാം ഇവിടെ വന്ന് വീഴുകയും, പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇവിടെ വന്ന് വീഴുകയും. പിന്നെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ വെളിയിലെടുത്ത് ഒന്നിനും കൊള്ളത്തില്ല. കാരണം എല്ലാം 2 മാസം സർവീസ് കഴിഞ്ഞോട്ട് വരുമ്പോൾ പിന്നെ വീണ്ടും കൊണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയാണ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന നമ്മൾ ഒരു വാഹനം ഓടിച്ച ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തോടൊരു പ്രതികരണം ചോദിച്ചു വെക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴുള്ള അവസ്ഥ? ബാലൻസ് ഉണ്ടായിട്ട് വീഴാതെ പോകുന്നു. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ മറിഞ്ഞു വീഴും.
ഒരു വാഹനം വന്നാൽ സൈഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം ഈ ടൂ വീലറൊക്കെ ആണെങ്കിൽ സൈഡ് കൊടുക്കാൻ വലിയ പാടാണ്, ചെളിക്കകത്തൊക്കെ വീഴും. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരാൾ വീണായിരുന്നു. സുജിയ, ഇത് കണ്ടല്ലോ, നമ്മൾ ആളുകളോട് പ്രതികരണം ചോദിക്കുമ്പോഴുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ ഈ റോഡ് 2 വർഷമായി നിർമ്മാണ പ്രവൃത്തിയിലാണ്. അത് വലിയ തോതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, മഴ പെയ്താൽ ചളി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരാറുകാർ നോർത്ത് ഇന്ത്യൻ കമ്പനിയാണെന്നാണ് പറഞ്ഞത്. കരാറുകാർ ചളി ഒഴിവായി കിട്ടുന്നു. ദിലീപ്, ഈ റോഡ് പണിയുന്നത് പഞ്ചാബിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. ഇവിടുത്തെ തൊഴിലാളികളൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നില്ല എന്നുള്ളൊരു വിചിത്രമായ ന്യായം ഇപ്പോൾ ഒരാൾ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണോ? അവിടെ ഈ പണിക്കാരൊക്കെ അങ്ങ് പോയോ? അത് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ കമ്പനിയുടെ കരാർ എടുത്തിരിക്കുന്നത് പഞ്ചാബുകാരാണ്. പഞ്ചാബിലെ തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ചെത്തിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് നമുക്കൊരു പ്രേക്ഷകൻ നൽകി. പച്ചക്കള്ളമാണ്, അതൊക്കെ പച്ചക്കള്ളമാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവർ പറയുന്നത് അവർക്ക് ഫണ്ട് കിട്ടുന്നില്ലെന്നുള്ളതാണ്. LSR കമ്പനി പറയുന്നത്, കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ പറയുന്നത് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് വർക്കേഴ്സൊക്കെ LSR കമ്പനിയുടെ കംപ്ലീറ്റ് സ്റ്റാഫും ഇവിടെ തന്നെ ഉണ്ട്, പത്തനാപുരത്ത് തന്നെ ഉണ്ട്. മഴ ഇങ്ങനെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇവിടെ എന്തായാലും ഇടിയാനുള്ള സാധ്യത നമുക്ക് കാണാം. ഇടിയാനുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഹെവി എക്യുപ്മെൻറ്റോ തടി ലോറിയോ പോയി കഴിഞ്ഞാൽ ഈവൻ ട്രാൻസ്പോർട്ട് പോലും അത് തട്ടാനുള്ള സാധ്യത ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് തോന്നുന്നു. എത്രയും ഡേഞ്ചർ സിറ്റുവേഷനാണ് ഇത്. ഒരാഴ്ചക്കുള്ളിൽ തട്ടിപ്പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. എന്ന് വെച്ചിട്ട് ഈ മഴയും ഈ വെള്ളക്കെട്ടും ഇത് 2012 എടുത്തിട്ട മണ്ണാണ്. അതാണ് എക്സ്കാവേറ്റ് ചെയ്ത് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ അത്ര ഉറപ്പില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തമായ തെളിവടക്കമുണ്ട്. കാരണം ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നോക്കി, ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതെന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു വഴി, ചാലാണ്, ചെറിയ ചാലാണ്. ഈ വഴി വെള്ളം താഴേക്ക് ഇറങ്ങാനും അതുപോലൊപ്പം തന്നെ ഇവിടെ മണ്ണിടിയാനുമുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഈ റോഡിന് വീതി കൂടുതലാണ്. ട്രാൻസ്പോർട്ട് ബസ്, സ്വകാര്യ ബസ്സുകൾ, തടി കയറ്റി പോകുന്ന ലോറികൾ, മണ്ണ് കയറ്റി പോകുന്ന ലോറികൾ, അങ്ങനെ നിരവധി ഭാരമേറിയ വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണിത്. ഈ ഭാഗം കൂടെ വാഹനം ഈ മണ്ണിടിഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന വലിയൊരു അപകടം ഈ നാട് തന്നെ കാണേണ്ടി വരും. അതിന് മുൻപ് തന്നെ, അതായത് വേനലായപ്പോൾ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞതായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു അപകടത്തിന് സാധ്യതയുണ്ട്, വെള്ളക്കെട്ട് വരുന്നുണ്ട്. 2 വർഷം എന്ന് പറയുമ്പോൾ 2 വർഷത്തിൽ 2 മഴക്കാലം കഴിഞ്ഞു പോയി, 2 വേനൽക്കാലം കഴിഞ്ഞു പോയി. ഇനിയെങ്കിലും ഈ റോഡൊന്ന് നന്നാക്കി ഈ 14 കിലോമീറ്റർ സാധാരണക്കാരന് വാഹനം ഓടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആയി കിട്ടിയാൽ വലിയ ഉപകാരം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ റോഡിൻ്റെ ദുരവസ്ഥ, പറയാതെ കാണാൻ പറ്റുന്നതാണ് സുജിയ. അതെ, ഒരു ദൃശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് 1000 വാക്ക് എഴുതുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളത് ശരിക്കും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ആ വഴി കണ്ടില്ലേ, കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്, വഴിയിലൊക്കെ നിറയെ കുഴിയാണ്, കാല് വെച്ചാൽ താഴേക്ക് വീണു പോകും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി ഇതുവഴി വാഹനങ്ങൾ ഓടിക്കേണ്ടത്? അങ്ങയുടെ ജർമ്മൻ സാങ്കേതിക വിദ്യ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വഴിയൊന്ന് നന്നാക്കിയിടുകയാണെങ്കിൽ നന്നായിരിക്കും. 66 കോടി രൂപ അനുവദിച്ച വഴിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടുത്തുകാരുടെ ദുരിതം തീർക്കാൻ സ്ഥലം MLA KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി തയ്യാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദിലീപ് ദേവസ്യ, ആ വഴിയിൽ നമ്മുടെ 2 കണ്ണും ഉണ്ടാകണം. നമ്മുടെ നാട്ടുകാർ ബുദ്ധിമുട്ടുമ്പോൾ ആ വഴി നന്നാക്കി കിട്ടുമോ എന്ന് നമുക്ക് വന്ന് നോക്കാം. കരാറുകാർ എവിടെയാണെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവന്ന് പണി പുനരാരംഭിക്കാൻ എത്രയും പെട്ടെന്ന് മുൻകൈ എടുക്കേണ്ടത് വാഗ്ദാനം നൽകിയ സ്ഥലം MLA യും മന്ത്രിയുമായ KB ഗണേഷ് കുമാറാണ്.